ഇവിടുത്തെ എല്ലാവർക്കും നാമത്തിൽ സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്നു. രണ്ടാമത്തെ ക്ലാസ്സാണ് വെളിപാട് പുസ്തകം സംബന്ധിച്ച്. ഞാൻ വെളിപാടെന്നാണ് പറയുന്നത്, നിങ്ങൾ ഓർക്കും എന്ന് വിചാരിക്കും. വെളിപാട് പുസ്തകം സംബന്ധിച്ചുള്ള രണ്ടാമത്തെ ക്ലാസ്സാണ് ഇന്ന് നടക്കുന്നത്. പ്രിയ സഹോദരൻ ഓർമ്മിപ്പിച്ചു. കൂടാതെ അദ്ദേഹം ഒരു കാര്യം കൂടെ പറഞ്ഞു, തുടങ്ങി വെച്ചതേ ഉള്ളൂ എന്ന്. അപ്പോൾ ആ തുടക്കം തന്നെ ആയിരിക്കും ഇന്നും തുടരുന്നു. ഒരു വലിയ പണ്ഡിതൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഒരു നല്ല മുഖവുര ഒരു പഠനത്തിൻ്റെ പകുതി ഭാഗം പൂർത്തീകരിക്കാൻ സഹായിക്കുന്നതാണ്. ഏതൊരു വിഷയത്തിൻ്റെയും നല്ലൊരു മുഖവുര ആ വിഷയത്തിൻ്റെ പകുതി ഭാഗം നമ്മൾക്ക് ഗ്രഹിക്കാൻ സഹായിക്കും എന്നാണ് ഒരു വേദപണ്ഡിതനും ഒരു പ്രഭാഷകനും പറഞ്ഞിരിക്കുന്നത്. ഇന്ന് നമ്മൾ ക്രമമായിട്ട് ഈ പഠനത്തിൽ ഓരോ വിഷയങ്ങളും പെട്ടെന്നൊന്ന് ടച്ച് ചെയ്തു പോകാൻ വിശദീകരിക്കാൻ ആവശ്യമുള്ളതാണ്. എങ്കിലും വിശദീകരണം കൂടാതെ ഇവിടെ ഇരിക്കുന്ന മിക്കവാറും എല്ലാവർക്കും അങ്ങനെയൊക്കെ അങ്ങ് ധരിച്ചു പോവുകയാണ്. എല്ലാവർക്കും ഈ കാര്യങ്ങൾ ഒന്ന് സൂചന കിട്ടിയാൽ മതി, തനിയെ പഠിക്കാൻ മനസ്സിലാക്കാൻ കഴിയും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വെളിപാട് പുസ്തകം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ച ഒരു പ്രവചന ഗ്രന്ഥമാണ്. നമ്മൾ 4 വേദഭാഗങ്ങൾ അതിനെ കാണുകയുണ്ടായി. ഇതൊരു പ്രൊഫറ്റിക്കൽ ബുക്കാണ്, പ്രവചന ഗ്രന്ഥമാണ്. അതേ വാക്ക് തന്നെയാണ് പ്രവചന പുസ്തകം എന്ന് തന്നെയാണ് ഈ പുസ്തകത്തിൽ ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നത്, പ്രവചന പുസ്തകം. ഇന്ന് നമ്മൾ അതിനോട് ചേർന്ന് ചില കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കേണ്ട ചില കാര്യം. ഒന്ന്, ഈ പുസ്തകം എഴുതിയത് ആരാണ്? നമ്മൾ വിചാരിക്കും ഈ ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളും ഇപ്പോൾ ഓരോരുത്തരും അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്കെഴുതിയ ലേഖനം, അല്ലേ, യോഹന്നാൻ എഴുതിയ സുവിശേഷം, എല്ലാവർക്കും സന്തോഷമൊക്കെ ഇരിക്കാൻ കണ്ടു. അതോ വിഷമമുള്ളതുപോലെ തോന്നുന്നില്ല ചിലർക്കെങ്കിലും. ബൈബിളിൻ്റെ മുമ്പിൽ സന്തോഷത്തോടിരിക്കുക. അപ്പോൾ മത്തായി എഴുതിയ സുവിശേഷം, ഇതൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം, ഇതൊക്കെ വായിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മൾ സൺഡേ സ്കൂളിൽ പഠിച്ചു വെച്ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ടാകും. മോശയാണ് പഞ്ചഗ്രന്ഥങ്ങൾ എഴുതിയത്, യോഹന്നാനാണ് സുവിശേഷം എഴുതിയത്, മത്തായിയാണ് മത്തായിയുടെ സുവിശേഷം എഴുതിയത്. ഇതെല്ലാം ശരിയാണ്. പക്ഷേ നേരെ വിപരീതമായ ഒട്ടേറെ വാദഗതികളുണ്ട്. ഇതുപോലെ തന്നെ വെളിപാട് പുസ്തകം എഴുതിയത് യോഹന്നാൻ അപ്പോസ്തലനല്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന വിദ്വാൻമാരായ വേദപണ്ഡിതന്മാരും ഉണ്ട്. ഇത് പിൽക്കാലത്ത് ആരോ എഴുതിയതാണെന്നൊക്കെ എഴുതി വിട്ടിരിക്കുന്ന പണ്ഡിതന്മാരെന്ന് പറയുന്നവരുണ്ട്. എന്നാൽ നമ്മൾക്ക് യോഹന്നാൻ, ഈ വെളിപാട് പുസ്തകം യോഹന്നാനാണോ എഴുതിയത്? 4 പ്രാവശ്യം യോഹന്നാൻ തന്നെ ഈ പുസ്തകത്തിൽ പറയുന്നു. ആ വാക്യങ്ങൾ ഒന്ന് വായിച്ചു. ഒന്നാം വാക്യമാണ്, വേഗത്തിൽ സംഭവിപ്പാനുള്ളത് വേഗത്തിൽ സംഭവിപ്പാനുള്ളത് തൻ്റെ ദാസൻ, ഓരോ വാക്കും വിടാതെ നോക്കിക്കോണേ, തൻ്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. അവൻ അത് തൻ്റെ ദൂതൻ മുഖാന്തരം അയച്ചാൽ കൊടുത്തു. തൻ്റെ ദാസനായ യോഹന്നാന് കൊടുത്തു. അപ്പൊ യോഹന്നാനാണോ ഇത് എഴുതിയെന്നുള്ളത് ഒന്നാമത്തെ ഉത്തരം. യോഹന്നാന് കിട്ടിയതാണ് ഈ വെളിപാട്. 4-ാം വാക്യം നോക്കിയാൽ, യോഹന്നാൻ എഴുത്തുകാരനാരാ? വേറെ ആരുമല്ല, ആര് തന്നെ? യോഹന്നാൻ അപ്പോസ്തലൻ തന്നെയാണ്. ഇനിയും 1-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം നോക്കിയാണ്, 1:9, നിങ്ങളുടെ സഹോദരനും യേശുവിൻ്റെ കഷ്ടത, എല്ലാവരും എൻ്റെ കൂടെ ഒന്ന് വായിച്ചു. യേശുവിൻ്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ
അപ്പോ യോഹന്നാൻ തന്നെയാണ് അല്ലേ. ഇനി 22-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം എടുക്കുന്നവരൊന്ന് വായിച്ചു. 22-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. യോഹന്നാൻ എന്ന ഞണ്ട് കേൾക്കുകയും കാണുകയും ചെയ്ത ഈ 4 റെഫറൻസ് എഴുതിയോ. ഇനി ഒരിക്കലും സംശയിക്കേണ്ട, വെളിപാട് പുസ്തകം എഴുതിയത് യോഹന്നാൻ താൻ തന്നെയാണെന്ന് യോഹന്നാൻ തന്നെ സാക്ഷിക്കുക. രണ്ടാമത്, അപ്പോസ്തലനായ യോഹന്നാൻ മാത്രം സുവിശേഷത്തിലും ലേഖനങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ ഇതിനകത്തുണ്ട്. തൻ്റെ സുവിശേഷത്തിലും ലേഖനങ്ങളും. ഒരു വാക്കിനിടയ്ക്ക് പറയട്ടെ, പഴയ നിയമത്തിലെ പഞ്ചഗ്രന്ഥകാരൻ. ചോദ്യോത്തരം, പെട്ടെന്ന് ഉത്തരം. പഴയ നിയമത്തിലെ പഞ്ചഗ്രന്ഥകാരനാണ്. എന്താ ഇത്രയും പറയാൻ താമസം? ഒച്ചത്തിൽ പറയണ്ടേ? മോശയല്ലേ? ഉൽപ്പത്തി പുസ്തകം മുതൽ ആവർത്തന പുസ്തകം വരെയുള്ള 5 പുസ്തകം. പുതിയ നിയമത്തിലെ പഞ്ചഗ്രന്ഥകാരനാണ് യോഹന്നാൻ. സുവിശേഷങ്ങളിൽ ഒരു സുവിശേഷം, ലേഖനങ്ങളിൽ 3 ലേഖനങ്ങൾ, ഒടുവിലത്തെ പുസ്തകം വെളിപാട് പുസ്തകം. അപ്പോൾ പുതിയ നിയമത്തിലെ പഞ്ചഗ്രന്ഥകാരൻ 5 പുസ്തകങ്ങൾ എഴുതിയത് യോഹന്നാൻ അപ്പോസ്തലനാണ്. ഞാൻ പറയാൻ വന്നത്, യോഹന്നാൻ തന്റെ സുവിശേഷത്തിലും ആ വാക്കുകളെല്ലാം എടുത്ത് പറയാൻ എനിക്ക് സമയം പോരാ. അപ്പോൾ ഇപ്പൊ തന്നെ 2ാമത്തെ ക്ലാസ് അല്ലേ. അപ്പോൾ ഓരോ വാക്കും എടുത്ത് നമ്മൾ പഠിച്ചാൽ തൻ്റെ സുവിശേഷത്തിലും ലേഖനങ്ങളിലും ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളാണ് അധികവും വെളിപാട് പുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അത് യോഹന്നാൻ തന്നെയാണ് ഈ പുസ്തകം എഴുതിയത് എന്നുള്ളതിൻ്റെ 2ാമത്തെ തെളിവാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. യേശുക്രിസ്തുവിന് വചനം എന്ന പേര് കൊടുത്തതാണ്. വചനം എന്ന് പേരിട്ടതാണ് യോഹന്നാൻ 1 മുതൽ 3 വരെ. ആദ്യം വചനം ഉണ്ടായിരുന്നു. വചനം ദൈവത്തോടെ ആ പേര് കൊടുത്തതല്ല യോഹന്നാൻ. ഇനിയും യോഹന്നാന്റെ ലേഖനത്തിലും അതുകൊണ്ട് 1 യോഹന്നാൻ 1:1 ജീവന്റെ വചനം സംബന്ധിച്ച്. അപ്പോൾ വചനം എന്ന് കർത്താവിന്റെ പേര്. ഇനി 19-ാം അധ്യായത്തിൽ വരുമ്പോൾ അവന് ദൈവവചനമെന്ന് വെളിപാട് പുസ്തകം. 19-ാം അധ്യായത്തിൽ വരുമ്പോൾ അവന് ദൈവവചനമെന്ന പേര്. അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞ കഞ്ഞിക്കലത്തിലെ അരിവെന്തോന്നറിയാൻ എല്ലാ ചോറുകളും ഞെക്കി നോക്കേണ്ടത്. ഒരെണ്ണം എഴുത്തി ഞെക്കി പറഞ്ഞതാണ്. അപ്പോ ഇങ്ങനെ നോക്കിയ സത്യം, ഇതുപോലെ കുഞ്ഞാട്, ഇതുപോലുള്ള പദങ്ങളും ആവർത്തിച്ചു വരും. അത് യോഹന്നാനാണ് ഈ പുസ്തകം എഴുതിയത് എന്നുള്ളതിൻ്റെ 2ാമത്തെ തെളിവാണ്. വേറെ ഒത്തിരി വാക്കുകളൊക്കെ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ആവശ്യമുള്ളവർ നോട്ട് വലിയ സിസ്റ്റമാറ്റിക്കായിട്ട് പ്രിപ്പയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അത് പിന്നീട് എന്നെ സമീപിച്ചാൽ ഞാൻ റെഫറൻസസ് എല്ലാം തരാം. മൂന്നാമത്, ആദിമസഭയിലെ വിശ്വാസികളും ആദിമസഭയുടെ നേതാക്കന്മാരും തുടർന്നു വന്ന സഭാപിതാക്കന്മാർ അവരെല്ലാം യോഹന്നാനാണ് ഈ പുസ്തകം എഴുതിയത് എന്ന് സാക്ഷിക്കുന്നുണ്ട്. അന്ന് AD 150 ജീവിച്ചിരുന്നയാളാണ് ജസ്റ്റിൻ മാർട്ടിർ എന്ന് പറഞ്ഞ സഭാപിതാവ്. AD 150. അപ്പൊ AD 100 കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 50 വർഷമേ ആയിട്ടുള്ളൂ. അപ്പൊ തൊട്ടടുത്ത് 1-ാം നൂറ്റാണ്ടിന് അടുത്ത് ജീവിച്ച ജസ്റ്റിൻ മാർട്ടിർ പറഞ്ഞു, യോഹന്നാൻ അപ്പോസ്തലനാണ് വെളിപാട് പുസ്തകം എഴുതിയിരിക്കുന്നത്. ഇനി യോഹന്നാന്റെ ശിഷ്യന്മാരിൽ ഒരാൾ, കേൾക്കണേ, ഇതൊക്കെ ചരിത്രപരമായ കാര്യമാണ്. ഒരുപക്ഷെ ആദ്യം കേൾക്കുകയാണെങ്കിൽ ക്ഷമിക്കണം. നമ്മൾ ഈ പുസ്തകങ്ങളൊക്കെ ഈ വിശ്വാസികൾ, ഉപദേശിമാർ മാത്രം പുസ്തകം വായിച്ചാൽ പോലും എല്ലാവരും വായനാശീലമുള്ളവരായിരിക്കും കേട്ടോ. ഈ വേദപുസ്തക സംബന്ധമായിട്ടുള്ള പുസ്തകങ്ങളൊക്കെ കിട്ടുന്നിടത്തോളം എന്ത് ചെയ്യണം? വായിക്കണം കേട്ടോ. പലർക്കും ഈ സ്വഭാവമില്ല. കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് ഞാൻ ചെന്നപ്പോൾ ഒരു സുവിശേഷം പറഞ്ഞു, എൻ്റെ അച്ഛൻ എനിക്ക് ആദ്യം ഉണ്ടായിരുന്നു, ഇപ്പം അത് നിന്നുപോയി. ഒരുപാട് വായിച്ചേ പറ്റുള്ളൂ. എങ്കിലേ ദൈവവചനത്തിലെ സത്യങ്ങൾ നമ്മൾക്ക് പ്രകാശിപ്പിച്ച് കിട്ടുള്ളൂ. വായിക്കണം.
തീമോഥെയോസിനോട് പൗലോസ് പറയുന്നുണ്ട്, ഞാൻ വരുവോളം എന്ത് ചെയ്യണം? വായനയിൽ ശ്രദ്ധിച്ചിരിക്കണമെന്ന് പറയുന്നുണ്ട്. അത് ബൈബിള് വായിക്കുന്ന കാര്യമല്ല, പുതിയ നിയമമില്ല. ഞാൻ വരുവോളം നീ വായനയെ ശ്രദ്ധിച്ചിരിക്കണമെന്ന്. അപ്പൊ നമ്മൾ ഈ ചരിത്രങ്ങളൊക്കെ വായിക്കണം. രണ്ടാമത്, യോഹന്നാൻ അപ്പോസ്തലന്റെ ശിഷ്യന്മാരിൽ ഒരാളായ പോളികാർപ്പ്. യോഹന്നാന്റെ ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു ആര്? പോളികാർപ്പ്. ആ പോളികാർപ്പ് ജീവിതത്തിൽ തന്നോടൊപ്പം ഉണ്ടായിരുന്നയാളാണ് ഐറേനിയസ് എന്ന് പറഞ്ഞത്. യോഹന്നാന്റെ ശിഷ്യനായ പോളികാർപ്പ് ഈ ഐറേനിയസിനോട് സാക്ഷിച്ചിട്ടുണ്ട്. വെളിപാട് പുസ്തകം എഴുതിയത് യോഹന്നാൻ അപ്പോസ്തലനാണ്. അപ്പൊ ഞാൻ 3 തെളിവുകൾ പറയും. ഇതിന്റെ പുസ്തകത്തിനകത്തെ തെളിവ്. 2, യോഹന്നാൻ ഉപയോഗിക്കുന്ന ശൈലി പ്രയോഗങ്ങൾ. 3, ബാഹ്യമായ സാക്ഷ്യങ്ങൾ, സഭാപിതാക്കന്മാരുടെയും ആദിമ സഭയുടെയും സാക്ഷ്യം. രണ്ടാമത്, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന രണ്ടാമത്തെ കാര്യം, പ്രസംഗമല്ലാത്തതുകൊണ്ട് വലിയ ഒച്ചയൊന്നും എടുക്കാൻ കേട്ടോ. രണ്ടാമത്തെ വിഷയം, ഈ പുസ്തകം എന്നാണ് എഴുതിയ കാലം. ഒന്ന്, ഗ്രന്ഥകാരൻ. ഇപ്പം നമ്മൾ ചിന്തിച്ചത് ഗ്രന്ഥകാരൻ എന്നാണ്. രണ്ടാമത്, ഈ പുസ്തകം എഴുതിയ കാലം എന്താണ്, ഏത് സമയത്താണ്, അഥവാ ഏത് വർഷത്തിലാണ്, ഏത് കാലത്താണ് ഈ പുസ്തകം എഴുതിയത്. അത് കൃത്യമായിട്ട് ബൈബിളിൽ ഒരു പുസ്തകവും എഴുതിയ കാലം കൃത്യമായിട്ട് ഇന്ന സമയം, ഇന്ന വർഷം, ഇന്ന മാസം, ഇത്രാം തീയതി എഴുതി തുടങ്ങിയത് പറയാൻ സാധിക്കുകയില്ല. അതൊരു ഏകദേശ കണക്ക് ആ പുസ്തകത്തിന്റെ ആഭ്യന്തരവും ബാഹ്യവുമായ, ആന്തരികവും ബാഹ്യവുമായ തെളിവുകൾ വെച്ച് നമ്മൾ ആ കാലം, എഴുതിയ കാലം എന്ത് ചെയ്യാണ്? ഊഹിച്ച് കണ്ടെത്തുകയാണ്. അങ്ങനെ ഈ പുസ്തകവും ഊഹിച്ച് നമ്മൾക്ക് കണ്ടെത്താൻ 2 വിധ അഭിപ്രായങ്ങളുണ്ട്. ഇത് എഴുതിയ കാലം സംബന്ധിച്ച് 2 അഭിപ്രായം. ഒന്ന്, AD 68 മുമ്പ് നെറോയുടെ കാലത്ത് ഈ പുസ്തകം എഴുതിയെന്നാണ്. അതിന്റെ കാരണം, ഇത് ഇങ്ങനെ പറയാനുള്ള കാരണം, യോഹന്നാന്റെ ഈ വെളിപാട് പുസ്തകത്തില്, ഈ പുസ്തകത്തിൽ ഒരുപാട് ഭീകരമായ പീഡനങ്ങളെ കുറിച്ച് പറയാം. ഏറ്റവും അധികം ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചത് റോമൻ ചക്രവർത്തിമാരും, ഏറ്റവും അധികം ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചത് നീറോ കൈസറാണ്. ഏറ്റവും അധികം. ഏറ്റവും ഒടുവിൽ നമുക്കറിയാം, നിങ്ങളൊക്കെ സ്കൂളിലും പഠിച്ചിട്ടുണ്ട്, കോളേജിലൊക്കെ പഠിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ നീറോയെ കുറിച്ച് പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, റോമാ നഗരത്തിന് തീ വെച്ചിട്ട് അത് ക്രിസ്ത്യാനികളുടെ മണ്ടയിൽ അത് ചുമത്തിയ ആളാണ് ആര്? നീറോ കൈസർ. അത്രയ്ക്ക് ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ച ഒരാളാണ്. ഇനി മറ്റൊരു കാര്യം, നീറോ കൈസറാണ് പൗലോസിനെ കൊല്ലുന്നത്. പൗലോസിന്റെ രക്തസാക്ഷിത്വം നിർവഹിക്കുന്ന ആരാണ്? നീറോ കൈസറാണ്. അത് കൊലോസിയം എന്ന് പറഞ്ഞ ആ സ്ഥലത്ത് വെച്ച് ആണ് കൊല്ലുന്നത്. ആ ചരിത്രമൊക്കെ നമ്മൾ വായിച്ചാൽ നമ്മുടെ ഹൃദയം തകർന്നു പോകുന്ന നിലയിലുള്ള സംഭവങ്ങളാണ്. അതൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. വലിയ വില കൊടുത്താണ് ഈ ക്രൈസ്തവ മാർഗം ദൈവദാസന്മാർ നിലനിർത്തിയതെന്നുള്ളത് നമ്മൾ മറന്നുപോകില്ല. അപ്പോ ഇദ്ദേഹത്തിന്റെ പൗലോസ് അപ്പോസ്തലന്റെ ശിരച്ഛേദം നടത്തുന്നത് ഈ നീറോ കൈസറാണ്. അപ്പോ നീറോ കൈസറിന്റെ കാലഘട്ടത്തിൽ യോഹന്നാൻ ഇത് എഴുതിയെന്നാണ് ചില പണ്ഡിതന്മാരുടെ അഭിപ്രായം. എന്നാൽ അത് തീർത്തും ശരിയല്ല, തികച്ചും തെറ്റാണ്. അതിന്റെ കാരണം, യോഹന്നാൻ അപ്പോസ്തലനെ എന്ത് ചെയ്യായിരുന്നു? നാടുകടത്തിലാണ്. നിങ്ങൾ നോക്കുക, ഈ 9-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, യോഹന്നാൻ അപ്പോസ്തലൻ താൻ തന്നെ പറയുന്നുണ്ട്. 9:1 ഒന്ന് നോക്കിക്കാട്ടെ. ഏറ്റവും കൂടുതൽ ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. ഈ നീറോയുടെ കാലത്ത് ആരെയും നാട് കടത്തിയിട്ടില്ല. ഞാനീ പറയുന്ന ഈ ചരിത്രപരമായ കാര്യം നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകരുത്.
നിറോയുടെ കാലത്ത് ഈ പീഡിപ്പിച്ചിട്ടുണ്ട്, കൊന്നിട്ടുണ്ട് ഒരുപാട് പേരെ. ഇങ്ങേറ്റം വന്ന ഇവരുടെ ഒരു തിയേറ്റർ ഉണ്ടായിരുന്നു, അതായത് കൊലൂസി എന്ന് പറയുന്ന തിയേറ്റർ, അത് ഒരു ആംഫി തിയേറ്ററാണ്. അവിടെ ദൈവകൃപയിലൊന്ന് പോയി കാണാനുള്ള അവസരം എനിക്കുണ്ടായി. ഇപ്പോഴും അതിൻ്റെ അവശിഷ്ടങ്ങൾ അവിടെ ഉണ്ട്. ഇതിനകത്ത് എന്താ ചെയ്യുന്നറിയാമോ? രാത്രിയിൽ ഇവര് ഒരുമിച്ച് കൂടി ഡാൻസും മറ്റതും മറിച്ചതും ഒക്കെ നടക്കുന്നുണ്ടേ ക്രിസ്ത്യാനികളെയാണ്, വിശ്വാസികളെയാണ് തുണി കൊണ്ട് ചുറ്റി പന്തമാക്കി മാറ്റിയിട്ട് അവർക്ക് വെളിച്ചം കാണാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നു. അത്രയ്ക്ക് ക്രൂരനായ ഒരു ക്രൈസ്തവ മാർഗത്തിന്റെ എതിരാളിയായിരുന്നു, ശത്രുവായിരുന്നു ഈ നീറോ കൈസർ. അദ്ദേഹം ഇത്രയ്ക്ക് വലിയ പീഡനങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ആ കാലഘട്ടത്തിൽ ആരെയും നാട് കടത്തിയിട്ടില്ല. എന്നാൽ ഡൊമീഷ്യന്റെ കാലം വന്നപ്പോഴത്തേക്കും, ഡൊമീഷ്യന്റെ ഭരണകാലം എന്ന് പറയുന്നത് AD 95-96 കാലഘട്ടമാണ്. AD 95-96 കാലഘട്ടമാണ്. ഈ കാലഘട്ടം വന്നപ്പോഴത്തേക്കും ക്രൈസ്തവ മാർഗം മിക്കവാറും ഒരു വലിയ വ്യാപനം അത് കിട്ടി, ഒത്തിരി അംഗീകാരം കിട്ടി. ഒരുപാട് രാജ്യങ്ങൾ അത് അംഗീകരിച്ചു, ഒരുപാട് രാജ്യങ്ങളിലേക്ക് സുവിശേഷം ചെന്നു. അങ്ങനെ ആ കാലഘട്ടത്തിൽ തന്നെയാണ് ഈ തോമസ്, ഞാൻ വിശ്വസിക്കുന്നില്ല കേട്ടോ, ഇന്ത്യയിൽ വന്നെന്നൊക്കെ ഞാൻ പറഞ്ഞത് അപ്പോസ്തലന്മാർ അവർക്ക് എവിടൊക്കെ ചെല്ലാൻ പറ്റുമോ അവിടൊക്കെ ചെന്ന് എന്ത് ചെയ്തു? ദൈവത്തിനെ അറിയിച്ചു. അപ്പൊ സുവിശേഷത്തിന് വലിയ വ്യാപനമുണ്ടായി. അപ്പോൾ പീഡനം തുടരുന്നത് ഒരു വലിയ ബുദ്ധിമുട്ടായിട്ട് വന്നു. രാജ്യങ്ങളുടെ എതിർപ്പ് ഉണ്ടാകാൻ തുടങ്ങി. അപ്പോഴാണ് ഡൊമീഷ്യൻ സ്വീകരിച്ച ഒരു തന്ത്രമാണ് നാടുകടത്തുക. അദ്ദേഹത്തിന്റെ കാലത്താണ് രാജ്യദ്രോഹികളെന്ന് മുദ്ര കുത്തി ക്രിസ്ത്യാനികളെ നാടുകടത്തുക. അങ്ങനെ നാടുകടത്തപ്പെട്ട ആളാണ് യോഹന്നാൻ അപ്പസ്തലൻ. അങ്ങനെയാണ് യോഹന്നാൻ പത്മോസിൽ എത്തുന്നത്. ചരിത്രപരമായ സത്യമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ താൻ പത്മോസിലെത്തി. ആ കാലഘട്ടത്തിലാണ് ഈ വെളിപാട് പുസ്തകം എഴുതാൻ നിദാനമായ ദർശനം തനിക്ക് ഉണ്ടാകുന്നതും താൻ കണ്ടത് ഒരു പുസ്തകത്തിൽ എഴുതാനായിട്ട് ദൈവാത്മാവ് തന്നെ സഹായിച്ചതും. അതൊക്കെ ഇനിയും വേറൊരു സംശയമൊക്കെ ഉണ്ടാവാം. ഈ എട്ടേകാല് കഴിഞ്ഞോ എന്നോട് ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങളുടെ ഒരു ചോദ്യമായിട്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്ന ഒരു കാര്യമാണ്. പത്മോസിൽ എഴുതാൻ പേന ഉണ്ടായിരുന്നു, അതിനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. ഈ നാട് കിടത്തിയ സ്ഥലത്ത് വെച്ച് ഇതെങ്ങനെയാണ് എഴുതിയത്, അങ്ങനെയൊക്കെയുള്ള അല്ലേ? ആ ചോദ്യം അസ്ഥാനത്താണ്. അങ്ങനെ ആരെങ്കിലും ചോദിച്ചാൽ അത് തെറ്റാണ്. എന്താ വെച്ചിത്ര ജീവിപ്പിട്ട് സൗകര്യം? അങ്ങനെ ചോദിച്ചാൽ തെറ്റാണോ? തെറ്റല്ല. എന്നാൽ ദൈവാത്മാവ് തൻ്റെ ജോലി നിർവഹിക്കാൻ സ്വീകരിക്കുന്ന മാർഗങ്ങൾ നമ്മൾക്ക് അഗോചരമാണ്. അദ്ദേഹം എഫേസോസിലേക്ക് തിരികെ വന്നു. പത്മോസ് ദ്വീപിൽ നിന്ന് താൻ എന്ത് ചെയ്തു? തനിക്ക് അവിടെ ഒരുപാട് പീഡനങ്ങൾ ഉണ്ടായെന്നാ പറയുന്നത്. പക്ഷെ വേദപുസ്തകത്തിൽ അത്, ദൈവജനത്തിൽ അത് എഴുതിയിട്ടില്ല. ഇങ്ങേയറ്റം തിളച്ച എണ്ണയ്ക്കകത്ത് കിട്ടും എന്നാ പറയുന്നത്. അതൊന്നും നമ്മൾക്ക് രേഖയായിട്ട് പുസ്തകത്തിൽ കിട്ടിയിട്ടില്ല. അത് വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം, എന്തുമാകാം. എന്നാൽ അത്ഭുതകരമായി ദൈവം തന്നെ സഹായിച്ചു. താൻ അവിടെ മരിച്ചുപോയില്ല. നമ്മൾ പ്രസംഗങ്ങളും ക്ലാസ്സുകളും ഒക്കെ കേട്ടിട്ടുണ്ട്. അവിടെ നാട് കടത്തപ്പെട്ട നൂറുകണക്കിന് ആളുകൾ, നൂറുകണക്കിനാണോ ആയിരക്കണക്കിന് ആളുകൾ അവിടെ കിടന്ന് മരിച്ചു. അവരുടെ അസ്ഥികഷ്ണങ്ങൾ അവിടെ, തലയോട്ടികൾ അവിടെ കിടന്നു. ഇതെല്ലാം യോഹന്നാൻ കാണുന്നുണ്ട്. അതിന്റെ നടുക്കാണ് ഈ മനുഷ്യൻ ഇരിക്കുന്നത്. ഈജിയൻ കടലിന്റെ തീരമാണ്, ഓരമാണിത്. അതിന്റെ തിരമാലകളാണ് തനിക്ക് കേൾക്കാൻ കഴിയുന്ന ശബ്ദം. എന്നാൽ ദൈവത്തിന് സ്തോത്രം, അതിനേക്കാൾ ഉച്ചത്തിലുള്ള, അതാണ് ഇവിടെ പറഞ്ഞ പെരുവെള്ളത്തിന്റെ
ആ പെരുവെള്ളത്തിന്റെ ഇരച്ചിലിനേക്കാൾ വലിയ ശബ്ദമാണ് യോഹന്നാൻ എവിടെ കേട്ടത്? പത്മോസിൽ കർത്താവിന്റെ ശബ്ദമായിട്ടാണ് കേട്ടത്. അപ്പൊ നമ്മൾ ഓർക്കണം, ഈ സാഹചര്യത്തിൽ നിന്ന് താൻ തിരികെ വന്ന് താൻ കണ്ടതെല്ലാം എന്ത് ചെയ്തു? റിവൈൻ ചെയ്ത് കാണാനും എഴുതാനും ദൈവാത്മാവ് തനിക്ക് കൃപ നൽകി എന്ന് നമ്മൾക്ക് ന്യായമായിട്ട് വിചാരിക്കാൻ സാധിക്കും. അങ്ങനെയാണ് ഈ പുസ്തകം രൂപീകൃതമായത്. അപ്പോൾ നിറോയുടെ കാലത്തല്ല, AD 68, 69 കാലഘട്ടത്തിലല്ല, പിന്നെ AD 95, 96 കാലഘട്ടത്തിലാണ് ഈ പുസ്തകം എഴുതിയത് എന്ന് നമുക്ക് വിചാരിക്കാമെന്നല്ല, അങ്ങനെ നമുക്ക് ഉറപ്പിക്കാം. മറ്റൊരു പ്രധാന കാര്യം ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ഈ വെളിപാട് പുസ്തകം നമ്മൾ വായിച്ചാൽ ഇനി ഒരല്പം നമ്മളൊക്കെ ചിന്തിക്കുന്ന കാര്യങ്ങളുമാണ്. ഈ പുസ്തകത്തിലെ 2 അധ്യായങ്ങൾ, 2, 3 അധ്യായങ്ങൾ സഭകൾക്കുള്ള ദൂത. ഈ കാലഘട്ടം ആയപ്പോഴത്തേക്ക് സഭകൾക്ക് എന്ത് സംഭവിച്ചു? എല്ലാവരും എൻ്റെ കൂടെ ഒന്ന് പറയണേ. വേദപുസ്തകം നമ്മൾ ഒരുമിച്ച് ഒന്ന് യാത്ര ചെയ്യുക. പുസ്തകത്തിൽ 2, 3 അധ്യായം. ഈ സഭകൾക്ക് ഈ യോഹന്നാൻ പത്മോസ് ദ്വീപിൽ കിടന്ന് ഇത് എഴുതുമ്പോൾ അല്ലെങ്കിൽ ഇത് കാണുമ്പോൾ സഭകൾക്ക് എന്ത് സംഭവിച്ചെന്നറിയാമോ? എഫെസോസ് സഭയുടെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു. ഓരോ സഭകളും എടുത്തു നോക്കും. ഏറ്റവും ഒടുവിലത്തെ സഭ സഭയുടെ ഒക്കെ ആണെങ്കിൽ പുറത്തു പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ മനുഷ്യനോട് പുറത്തു പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അത്ര കഥ പൊതിച്ചു. ദ്വൈതയുടെ ഒരു പ്രത്യേകത എന്താ? ദ്വൈതീര അറിയാമോ? ഇപ്പൊ ക്ലാസ് നല്ലത് തന്നെ അല്ലേ? ദ്വൈതീര അറിയാമോ? ദ്വൈതയുടെ കാര്യം, ഒരു സ്ത്രീയുടെ കാര്യം വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. ആരാ? ലൂദിയ. അത് ഞാൻ പറഞ്ഞു തരികയാണെങ്കിൽ ഓർക്കും അല്ലേ? ദ്വൈതീര ഇതേ ഒരു സഹോദരിയാണ്. ആര്? ലൂദിയ. ആ സ്ഥലത്ത്, ഈ സഹോദരിയുടെ സ്ഥലത്തെ സഭയുടെ കാര്യമാണ് പറയുന്നത്. എന്താ? എന്തോ ഒരു അധപ്പതനമാണ്. ലവോദിക്ക സഭയുടെ കാര്യം വായിക്കേ. ലവോദിക്ക സഭയുടെ കാര്യം പുണ്യനിയമത്തിൽ വേറെ എവിടെയെങ്കിലും പറയുന്നുണ്ടോ? വെളിപാട് പുസ്തകം കൂടാതെ എവിടെയെങ്കിലും പറയുന്നുണ്ടോ? പലകുന്ന ചോദ്യങ്ങൾ ചോദിക്കരുതെന്ന് പറയാറുണ്ട് അല്ലേ? ഉണ്ട്. കൊലോസി ലേഖനത്തിലുണ്ട്. നിങ്ങൾ ഈ ലേഖനം വായിച്ചിട്ട് എന്ത് ചെയ്യണം? ലവോദിക്കക്കാർക്ക് കൊടുക്കുക. ലവോദിക്കയിലുള്ള ലേഖനം നിങ്ങൾ വാങ്ങിച്ച് വായിക്കാൻ പറയുന്നു. അപ്പോ ലവോദിക്ക 1-ാം നൂറ്റാണ്ട് സഭയായിരുന്നു, വളരെ സാക്ഷ്യമുള്ള സഭയായിരുന്നു. എന്നാൽ യോഹന്നാൻ പത്മോസിലെത്തിയപ്പോഴത്തേക്കും ലവോദിക്ക സഭയുടെ പുറത്ത് യേശു, അകത്ത് കുറെ പണക്കാർ, ഞങ്ങൾ ധനവാന്മാർ, ഞങ്ങൾ സമ്പന്നർ, ഞങ്ങൾക്കൊന്നിനും മുട്ടില്ല. ഞാൻ ഇതെന്തിനാ പറയുന്നത് അറിയാമോ? യോഹന്നാൻ പത്മോസിലെത്തുമ്പോൾ ഈ പറയപ്പെടുന്ന സഭകളുടെ എല്ലാം ആത്മീയ നിലവാരത്തിൽ എന്ത് സംഭവിച്ചു? ശോഷണം സംഭവിച്ചു. മൂല്യശോഷണം സംഭവിച്ചു. എന്നാൽ പൗലോസ് ജീവിച്ചിരുന്ന കാലത്ത് എഫെസോസ് സഭ ആദ്യ സ്നേഹം വിട്ട് കളഞ്ഞോ? ഇല്ല. അപ്പോൾ AD 68, 69 കാലഘട്ടങ്ങളിൽ സ്ഥലം സഭകളെല്ലാം വളരെ ആത്മീയമായി ഉന്നത നിലവാരം പുലർത്തിയിരുന്നു. പക്ഷെ ഈ പുസ്തകം എഴുതുമ്പോഴേക്കും സഭകൾ എന്ത് ചെയ്തു? മൂല്യശോഷണം സംഭവിച്ചതായി തീർന്നു. അപ്പോൾ തീർത്തും നമുക്ക് പറയാം 1-ാം നൂറ്റാണ്ടിന്റെ ഒടുവിലായിരിക്കാം ഈ വെളിപാട് പുസ്തകം എഴുതിയത്. ഇനി 3-ാമത്തെ ചോദ്യം. 1, ആരാണ് എഴുതിയത്? 2, എഴുതിയ കാലം ഏതാണ്? 3, ഈ പുസ്തകം ആർക്കാണ് ഈ പുസ്തകം എഴുതിയത്? നോക്കാം. 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം നോക്കുക. 1-ന്റെ 4.
ആസിയയിലെ 7 സഭകൾക്കുള്ള ലേഖനമാണ്. 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. ഇനി ഓരോ സഭകളും എഴുതുക അല്ലേ. അപ്പോൾ ഈ 7 സഭകൾക്കാണ് ഈ പുസ്തകം എഴുതിയത്. വെളിപാട് പുസ്തകം എഴുതിയത് 7 സഭകൾക്കാണ്. എന്നാൽ 7 സഭകൾക്ക് മാത്രമാണ് അല്ല, ഏത് കാലഘട്ടത്തിൽ ജീവിക്കുന്ന എന്ന് പറഞ്ഞാൽ യോഹന്നാൻ ഇത് എഴുതി പുറത്തു വരുന്ന കാലഘട്ടം മുതൽ ഏത് കാലഘട്ടത്തിൽ ജീവിക്കുന്ന ദൈവമക്കൾക്കും വേണ്ടിയുള്ള ഒരു പുസ്തകമാണ്. ഞാനൊരു സൂചന പറയാം. വളരെ സൂക്ഷ്മമായിട്ട് വേണം വെളിപാട് പുസ്തകം നമ്മൾ പഠിക്കാൻ. ഉപരിതല വായന കൊണ്ട് ഈ പുസ്തകം പഠിക്കാൻ ശ്രമിച്ചാൽ ഒരുപാട് അബദ്ധങ്ങൾ നമ്മുടെ ഇന്ന് കുറ്റാടും. അതുകൊണ്ട് വളരെ സൂക്ഷ്മമായിട്ട് വേണം പഠിക്കാൻ. നോക്കട്ടെ, 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ദയവായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ. അത് ദൈവം ഈ വെളിപാട് ആർക്ക് കൊടുത്തു? യേശുക്രിസ്തുവിന് കൊടുത്തു അല്ലേ. അടുത്ത വാചകം, 2-ാമത്തെ വാചകം ഒന്ന് വായിച്ചു. അവനത് തൻ്റെ ദൂതൻ മുഖാന്തരം അയച്ച് തൻ്റെ ദാസനായ യോഹന്നാന് പ്രദർശിപ്പിച്ചു. അടുത്തത് അത് 1-ാമത്തെ വാചകം യേശുക്രിസ്തുവിന്റെ വെളിപാട് വേഗത്തിൽ സംഭവിക്കാനുള്ളത് ആരെ കാണിക്കേണ്ടതിന്? ആരെ കാണിക്കേണ്ടത്? തൻ്റെ ദാസന്മാരെ കാണിക്കേണ്ടത്. നിങ്ങൾ നോക്കണം, തൻ്റെ ദാസന്മാരെ കാണിക്കാൻ ദൈവം അത് ആർക്ക് കൊടുത്തു? ഞാൻ പറയുന്നത് എൻ്റെ കൂടെ ചിന്തിക്കണേ. തൻ്റെ ദാസന്മാരെ കാണിക്കാൻ ഈ വെളിപാട് ദൈവം ആർക്ക് കൊടുത്തു? യേശുക്രിസ്തുവിനെ കൊടുത്തു. യേശുക്രിസ്തു അത് ഒരു ദൂതൻ മുഖാന്തരം ആർക്ക് കൊടുത്തു? യോഹന്നാന് കൊടുത്തു. യോഹന്നാൻ എന്ത് ചെയ്തു? ഈ വാക്യം വെച്ച് പറഞ്ഞു, ഈ വചനം വെച്ച് പറഞ്ഞു, തൻ്റെ ദാസന്മാർക്ക് കൊടുത്തു. വെളിപാട് പുസ്തകം എഴുതിയിരിക്കുന്നത് കേവലം ആസിയയിലെ 7 സഭകൾക്ക് മാത്രമല്ല. പിന്നെ അടിവര കൊടുക്കേണ്ട വാക്കാണ് ചുവന്ന മഷിക്കേണ്ട. തൻ്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന്, ഏത് കാലഘട്ടത്തിലും ജീവിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിനാണ്. മനസ്സിലായില്ലെന്ന് തോന്നുന്നു. മനസ്സിലായൊന്ന് തലയാട്ട് റിലീസ് ചെയ്താൽ മതി. ഏത് കാലഘട്ടത്തിൽ ജീവിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാർ. അപ്പൊ ദൈവത്തിന്റെ ദാസന്മാരെന്ന് പറയുമ്പോൾ സുവിശേഷന്മാരും സഭയുടെ മൂപ്പന്മാരും ഒക്കെ ആണോ? അല്ല, രക്ഷിക്കപ്പെട്ട സകല ദൈവമക്കൾക്കും വേണ്ടി ആണ് ഈ പുസ്തകത്തിലെ വെളിപാട്. അത് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് തൻ്റെ ദാസന്മാരെ വായിക്കാൻ വേണ്ടി എന്നല്ല, പിന്നെ തൻ്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന്. ഈ പുസ്തകം വായിക്കുമ്പോൾ കർത്താവിന്റെ മക്കൾ, ദൈവത്തിന്റെ ദാസന്മാർ, ദാസിമാർ എന്ത് ചെയ്യണം? യോഹന്നാൻ കണ്ട ആ കാഴ്ചയൊന്ന് കാണാൻ ശ്രമിക്കണം കേട്ടോ. തൻ്റെ ദാസന്മാരെ കാണി. കേവലം 7 സഭകൾക്ക് വേണ്ടി മാത്രമല്ല. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ 7 സഭകൾക്ക് മാത്രമല്ല, കർത്താവിന്റെ ദാസന്മാരായ എല്ലാവർക്കും വേണ്ടിയാണ് ഈ പുസ്തകം എഴുതപ്പെട്ടിരിക്കുന്നത്. ഇനിയും ഈ പുസ്തകം എഴുതിയതിന്റെ ഉദ്ദേശം എന്താണ്? പ്രധാനമായിട്ടും 3 ഉദ്ദേശങ്ങളുണ്ട്. വെളിപാട് പുസ്തകം രേഖയാക്കി നമ്മളുടെ പക്കൽ ദൈവാത്മാവ് തന്നതിന്റെ പിമ്പിൽ പ്രധാനമായ 3 ലക്ഷ്യങ്ങളുണ്ട് കേട്ടോ. ഇവിടെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, നല്ലതാണ്. എന്തായാലും ഈ ഒരു പ്രാവശ്യം ഇത് കേൾക്കുന്നതിനേക്കാൾ നല്ലത് ഒരു പ്രാവശ്യം എഴുതി വെച്ചാൽ 10 പ്രാവശ്യം കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്നതിനേക്കാൾ ഉപകാരം. അതുകൊണ്ട് മറന്നു പോകുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് എഴുതി സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. പറഞ്ഞ പക്ഷം നമ്മുടെ മക്കൾക്ക്
എൻ്റെ അപ്പൻ എഴുതിയ നോട്ടാണ് ഞാൻ സുവിശേഷകനായപ്പോൾ എനിക്ക് ഏറ്റവും അധികം ഉപകരിച്ചത്. എൻ്റെ ശുശ്രൂഷയിൽ ഏറ്റവും അധികം ഉപകരിച്ചത്. അവിടെ തലമുറകൾക്ക് ഗുണം ചെയ്യുന്നുണ്ട്. പോട്ടെ, സാന്ദർഭികമായിട്ട് പറഞ്ഞെന്നോടെ യോഹന്നാൻ ഈ പുസ്തകം എഴുതിയതിൻ്റെ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് പർപ്പസ് എന്ന് പറയാൻ പറ്റും. അതിന് മലയാളത്തിൽ വർണ്ണനം ചെയ്യാൻ പറ്റുന്ന വാക്കൊന്നും എനിക്കറിഞ്ഞുകൂടാ. വളരെ പെട്ടെന്ന് നമുക്ക് പറയാൻ കഴിയുന്ന ലക്ഷ്യം ഈ പുസ്തകം എഴുതിയതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ വാചകത്തിൽ അതുകൊണ്ട് ഈ പുസ്തകം ആവർത്തിച്ചു വരും. ഇതാ ഞാൻ വേഗം വരുന്നു. ഈ സത്യം ഓരോ ദൈവ പൈതലും മനസ്സിലാക്കണം. അതിനുവേണ്ടിയാണ് കർത്താവ് വരുന്നു എന്നുള്ള ആ ഒരു സത്യം ഓരോ ദൈവ പൈതലും അറിയാൻ വേണ്ടിയാണ്. ശ്രദ്ധിക്കുക, ഇനി ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിക്കണം. ഒന്ന്, ഇത് അറിയുന്നത് കൊണ്ട് അതിനകത്തൊരു കൗൺസിലിംഗ് ഉണ്ട്, ഒരു ആലോചന, അല്ലേ? നമ്മുടെ കർത്താവ് വരും എന്ന ആലോചന ഇതിനകത്തുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്, അതിനകത്തൊരു പ്രോത്സാഹനമുണ്ട്. കർത്താവ് വരുന്നു എന്നുള്ളതിൻ്റെ അതിനോട് ബന്ധപ്പെട്ടുള്ള പ്രോത്സാഹനം. ഞാൻ ഓരോ വാക്യങ്ങൾ ഇപ്പോൾ എടുത്ത് പറയാൻ പറ്റിയല്ലോ. ഈ 7 സഭകൾക്കുള്ള ദൂത് നോക്കും. ദൂത് മാത്രം ഇപ്പം ഞാൻ പറയാം. എല്ലാ സഭകൾക്കുള്ള ദൂതിലും ഒടുവിൽ വരുന്നോടനെ ഒരു പ്രതിഫലം പറയുന്നു. ഞാൻ വരും, എന്നിട്ട് എന്തോ ചെയ്യും? എന്താ പറയുന്നുണ്ട്? സ്തോത്രം, ഇല്ലേ? ഞാൻ ഇപ്പോഴാ ഒരു സ്തോത്രം പറഞ്ഞല്ലോ. എന്തുണ്ട്? പ്രതിഫലവും. അപ്പൊ കർത്താവ് വരുന്നു എന്ന് ചുമ്മാ എന്ന് പറയുകയല്ല, അങ്ങനത്തെ ആശയം നമ്മളെ തനിക്കായിട്ട് കയറ്റിയല്ല, പിന്നെ നമ്മളെ പ്രോത്സാഹിപ്പിക്കുക. കർത്താവ് വരുമ്പോൾ എന്തുമായിട്ടാണ് വരുന്നത്? പ്രതിഫലവുമായിട്ടാണ് വരുന്നത്. ഇങ്ങേറ്റം സിംഹാസനം വരെ ഉണ്ട്. 3-ാം അധ്യായത്തിൽ വരുമ്പോൾ ലവോദിക്ക സഭയ്ക്കുള്ള ദൂതി പറയുന്നതോടെ ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിക്കാൻ വരം നൽകും. ഞാൻ പേരൊന്നും വിളിക്കുന്നില്ലേ, ആരുടെയെങ്കിലും പേര് വിളിച്ചു പോയാൽ പിന്നെ പ്രയാസം. സ്തോത്രം. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ വരം നൽകും. അതിൽ കൂടുതൽ എന്തോ ഉണ്ട് കേട്ടോ. അപ്പോൾ കർത്താവ് വരുന്നു എന്നിങ്ങനെ കേവലം പറയുകയല്ല, പിന്നെ അതിനകത്തൊരു പ്രോത്സാഹനമുണ്ട്. പിന്നെ നീ കർത്താവിനെ സ്നേഹിക്കുക, കർത്താവിന് വേണ്ടി നിൽക്കുക, കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുക. നിനക്ക് ഇതിനെല്ലാം എന്തുണ്ട്? പ്രതിഫലമുണ്ട്. ഓരോ നമ്മൾക്ക് ഈ പുസ്തകത്തിനുള്ളിലോട്ട് കയറി ചിന്തിക്കുമ്പോൾ നമ്മൾക്ക് ആ പ്രതിഫലങ്ങളെ കുറിച്ച് ചിന്തിക്കാനാണ്. രണ്ടാമത്, ഈ പുസ്തകം മൂന്നാമത് ഒരു മുന്നറിയിപ്പ്. ഒന്ന്, ഒരാലോചനയുണ്ട്, കൗൺസിലിംഗ് ഉണ്ട്. 2, പ്രോത്സാഹനമുണ്ട്. മൂന്നാമത് ഒരു മുന്നറിയിപ്പുണ്ട്. എന്താ? സൂക്ഷിച്ചില്ലെങ്കിൽ കുഴപ്പമാണ്, അല്ലേ? ഓരോ സഭയ്ക്കും ഉള്ള ദൂതിൽ പറയുന്ന മുന്നറിയിപ്പ്. ഞാൻ ഉദാഹരണത്തിന് എല്ലാ സഭകൾക്കും ഉള്ളതിൽ മിക്കവാറും സഭകൾക്കെല്ലാം ഈ മുന്നറിയിപ്പ് തരുന്നുണ്ട്. മാനസാന്തരപ്പെടാൻ പറയുന്നുണ്ട്, അല്ലേ? ആകയാൽ മാനസാന്തരപ്പെടുക എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട്. അവിടെ ഒരു കാര്യം പറയാം, ബാക്കി പിന്നെ വലിയ ആഴത്തിലുള്ളതും ഗൗരവതരവുമായിട്ടുള്ള കാര്യം അങ്ങോട്ട് വിട്ടേച്ച് ഞാനൊരു മൈൽഡായിട്ടുള്ള കാര്യം, മൈൽഡാണെന്ന് ഞാൻ പറയുന്നത് ദൈവം ക്ഷമിക്കണേ. എഫേസോസിലെ സഭയ്ക്കുള്ള ദൂതില് പറയുന്നത് എന്താ? നിന്റെ ആദ്യ സ്നേഹത്തിലേക്ക് നീ മടങ്ങി വരണം, ഇല്ലെങ്കിൽ ഞാൻ നിലവിളക്കിനെ അതിന്റെ സ്ഥാനത്ത് നിന്ന് ഇതാ മുന്നറിയിപ്പ്.
അപ്പോ ദൈവവൈതവും ദൈവകൃപയിൽ നിലനിന്നില്ലെങ്കിൽ, ഒരു ദൈവസഭ അതിന്റെ സാക്ഷ്യം നിലനിർത്തിയില്ലെങ്കിൽ, എന്താ എഫെസോസിലെ സഭയ്ക്കുണ്ടായിരുന്ന പോരായ്മ? എന്താ? ഒറ്റ കുറ്റമേ ഉള്ളത്, രണ്ട് കുറ്റമില്ല, ഒരു കുറ്റം ഉണ്ടായിരുന്നു. എന്താ? ആദ്യ സ്നേഹം. ഞാൻ വരും, എന്ത് ചെയ്യും? പ്രതിഫലം തരുമെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് സന്തോഷം. ഞാൻ വരും, നീ മാനസാന്തരപ്പെടാൻ ഞാൻ എന്ത് ചെയ്യും? നിലവിളക്ക് അതിന്റെ സ്ഥാനത്ത് നിന്ന് മാറ്റിക്കളെ. എന്താ നിലവിളക്ക്? 7 നിലവിളക്കുകൾ, 7 സഭകളാണ്. സഭയെ മാറ്റിക്കളയുന്നു. ഞാൻ ഇതിൻ്റെയൊക്കെ അർത്ഥം നമുക്ക് പിന്നാലെ ചിന്തിക്കാം. അപ്പോ കർത്താവിന്റെ വരവിനോട് ചേർത്ത് നൽകുന്ന ഈ പ്രബോധനത്തിൽ എന്തുകൊണ്ട്? ശക്തമായ മുന്നറിയിപ്പും കൂടെ ഉണ്ട്. ഈ 3 കാര്യങ്ങൾ ഉണ്ട് ഈ കാര്യത്തിൽ. രണ്ടാമത്, ഒന്ന് ഇമ്മീഡിയറ്റ് പർപ്പസാണ് ഇപ്പം നമ്മൾ കണ്ടത്, ദൈവ ജനത്തോട് ഉള്ള ആലോചനകളാണ്. രണ്ടാമത്, ഈ പുസ്തകത്തിനൊരു ഹിസ്റ്റോറിക്കൽ പർപ്പസ്, ചരിത്രപരമായ ഒരു ഉദ്ദേശം. ഞാനത് ചുരുക്കി അങ്ങ് പറയാം. ഇതിൻ്റെ ഹിസ്റ്റോറിക്കൽ പർപ്പസ് എന്ന് പറയുന്നത് അന്നത്തെ ആ സഭയ്ക്ക് മാത്രമല്ല, ഈ 7 സഭകൾക്ക് മാത്രമുള്ള സന്ദേശമല്ല, പിന്നെ യൂണിവേഴ്സലായിട്ട് ഏത് കാലഘട്ടത്തിലുമുള്ള സഭകൾക്കുള്ള സന്ദേശമുണ്ട്. ഒന്നുകൂടെ ഞാൻ പറഞ്ഞാൽ, പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് വന്ന് സഭയെ ആരംഭിച്ച് ദൈവസഭ ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെടുന്ന ഉൾപ്രാവണം വരെയുള്ള സഭയുടെ കാലഘട്ടത്തിൽ സഭ പാലിക്കേണ്ട കാര്യങ്ങൾ ഈ വെളിപാട് പുസ്തകത്തിൽ നമ്മൾക്ക് പഠിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് ചരിത്രപരമായ ഒരു പ്രാധാന്യം. മൂന്നാമത്തത്, അതിപ്രധാനമായ മറ്റൊരു പ്രാധാന്യം, ദ ഗോഡ്ലി പർപ്പസ്, ദൈവികമായ ഉദ്ദേശം. വെളിപാട് പുസ്തകത്തിന് ദൈവികമായ ഒരു ഉദ്ദേശമാണ്. ദൈവികമായ ഒരു ഉദ്ദേശം. എന്താണ് ആ ഉദ്ദേശം? എല്ലാവരും ഇനി അതല്പം ഉത്തരവാദിത്വത്തെ ബന്ധിക്കുന്ന കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. എന്താണ് ദൈവികമായ ഉദ്ദേശം? ഈ പുസ്തകത്തിന്റെ ദൈവിക ഉദ്ദേശം എന്താണ്? തുടങ്ങുന്ന ആ വാചകം, 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, ആ തുടങ്ങുന്ന വാചകം ഈ പുസ്തകത്തിന്റെ ടൈറ്റിലാണ്. എന്താ? യേശുക്രിസ്തുവിന്റെ വെളിപാട്, അല്ലേ? യേശുക്രിസ്തുവിന്റെ വെളിപാട്. സ്തോത്രം. എല്ലാവരും ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ. ഈ പുസ്തകത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്താണെന്നറിയാമോ? ക്രിസ്തുവിന്റെ വെളിപാട്. യേശുക്രിസ്തുവിനെ ആരൊക്കെ കാണണം? നോക്കിക്കേ, ഈ പുസ്തകത്തോട് നോക്കിക്കേ. അതിന്റെ 12-ാം വാക്യം, ആദ്യം ഈ വെളിപാട് ആർക്കാ ഉണ്ടായിരുന്നു? ഇതിന്റെ ഉദ്ദേശം എന്താ? യേശു ആരാണെന്ന് തന്റെ ജനത്തെ കർത്താവിന് കാണിക്കണം. അതാണ് ഇതിന്റെ ഉദ്ദേശം. കേൾക്കണേ, ഇതുവരെ യോഹന്നാൻ കണ്ട കർത്താവാണ്. പണ്ടൊരിക്കലും യോഹന്നാൻ യേശുവിന്റെ കൂടെ ഇരുന്നപ്പോ എന്നാ ചെയ്തു? ആ മാറിലോട്ട് ചാടിയിരുന്നു. ഇപ്പോഴോ എന്റെ പ്രിയമുള്ളവരെ, ഈ പുസ്തകം വായിച്ചു വിട്ട പോലെ ഇതാ യേശുവിന്റെ വെളിപാട്, കർത്താവിന്റെ മഹത്വത്തിന്റെ പ്രത്യക്ഷത. യോഹന്നാൻ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യുന്ന? ഇത് നമ്മൾ ആരാധനയ്ക്ക് നല്ല വാചകങ്ങളും സാഹിത്യമൊക്കെ ചേർന്ന് എന്ത് ചെയ്യും?
നമ്മൾ പറയാറുണ്ട്. പക്ഷെ യോഹന്നാനുണ്ടായ ഈ അനുഭവം, ഈ വെളിപാട് ക്രിസ്തുവിനെ കുറിച്ച് നമുക്കുണ്ടായിട്ടുണ്ട്. ഇവിടെയാണ് പ്രശ്നം. ഇതിനായി പുസ്തകം എഴുതുന്നത്. മാറിച്ചേർന്നവൻ ഇപ്പൊ എന്തെയ്യുന്ന മരിച്ചവനെ പോലെ. എന്റെ പ്രിയമുള്ളവരെ ശ്രദ്ധിക്കണം. ഇത് എന്നുണ്ടായത് ഈ ദർശനം എന്നാ സംഭവിച്ചെന്നറിയാമോ? 10-ാം വാക്യം. 10-ാം വാക്യം എന്താ എന്നാ ഉണ്ടായത്? കർത്തൃ ദിവസത്തിൽ. ഞാൻ പിന്നീട് നമുക്ക് ക്ലാസ് തുടരുമ്പോൾ ഈ കർത്തൃ ദിവസം ഏത് ദിവസമാണെന്ന് ഞാൻ പറയും. ഒറ്റ വാക്കിൽ ഇപ്പൊ നിങ്ങൾ കുറിച്ചിട്ടു. ഈ കർത്തൃ ദിവസം എന്ന് പറയുന്നത് ഞായറാഴ്ച കേട്ടോ. കർത്തൃ ദിവസം ഏത് ദിവസം? ഞായറാഴ്ച. ഞായറാഴ്ച ദിവസം ഇദ്ദേഹം എന്ത് ചെയ്യുന്നു? ദൈവജനത്തോട് ചേർന്ന് ആരാധിക്കാനുള്ള സാവകാശം ഇല്ല. എവിടെയാ? പത്മോസില. കൂടെ മുട്ടുകുത്താൻ ആരെങ്കിലും ഉണ്ടോ? തൻ്റെ കൂടെ സ്തോത്രം പറയുന്ന ആരെങ്കിലും ഉണ്ടോ? തിരുവത്താഴ് എടുക്കാൻ നിവർത്തിയുണ്ടോ? ഒന്നൊടുക്കാൻ നിവർത്തിയുണ്ടോ? ഒന്നുമില്ല. ഈ മഹാമനുഷ്യൻ കർത്തൃ ദിവസമാണെന്ന് എനിക്കറിയാം. താൻ എന്ത് ചെയ്തു? കർത്താവിനെ കുറിച്ചുള്ള ധ്യാനം കൊണ്ട് തൻ്റെ ഹൃദയത്തെ നിറച്ചപ്പോൾ ദൈവദാസൻ ആത്മവിശനായി. അപ്പോഴാണ് തനിക്ക് ഈ മഹത്വത്തിന്റെ ദർശനം തനിക്ക് ലഭിച്ചത്. ഞായറാഴ്ചകളിൽ വന്ന്, കുറഞ്ഞപക്ഷം ഞായറാഴ്ചകളിൽ വന്ന് ആരാധിക്കുന്ന ദൈവമക്കളെ, നമുക്ക് ഈ വെളിപാടുണ്ടാകാതെ ഈ പുസ്തകം പഠിച്ചത് കൊണ്ടോ ഈ പുസ്തകം കേട്ടത് കൊണ്ടോ വല്ല പ്രയോജനമുണ്ടോ? ഉണ്ടോ? നമ്മുടെ ആരാധനയുടെ അലകും പിടിയും മാറണം. യേശു കർത്താവിന്റെ പ്രഥമവും പ്രധാനവുമായ ലക്ഷ്യം എന്താ? ഈ വെളിപാട് തുടങ്ങുന്ന ദൈവദാസനായ യോഹന്നാൻ, അവന് യേശുവിന്റെ വെളിപാട് ഉണ്ടാകും. യേശു ആരാണെന്ന് അവന് അറിയാം. അതാണ് അതിന്റെ ഇമ്മീഡിയറ്റ് പർപ്പസ് എന്ന് പറയുന്നത്. പെട്ടെന്നുള്ള ഗോഡ്ലി പർപ്പസ് എന്ന് പറയുന്നത് ഒന്നാമത്തെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്, ഈ ഗോഡ്ലി പർപ്പസിൽ 2ഉം 3ഉം അധ്യായം 7 സഭകളാണ് അല്ലേ? യേശുക്രിസ്തുവിന്റെ വെളിപാട് ആർക്കുണ്ടാവണം? ഈ 7 സഭകൾ 7 യുഗങ്ങളെ കാണിക്കുന്ന സഭായുഗത്തിലെ 7 കാലഘട്ടങ്ങളെ കാണിക്കുന്നു എന്നാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തെ കുറിച്ച് വേദപണ്ഡിതന്മാരുടെ അഭിപ്രായം നമ്മൾ ജീവിക്കുന്ന ഏത് കാലഘട്ടത്തിലാണെന്നാണ്? ലവോദിക്ക കാലഘട്ടത്തിലാണെന്നാണ്. സൗകര്യപ്പെടുമെങ്കിൽ ഞാൻ ആ കാര്യങ്ങളൊക്കെ കാലഘട്ടങ്ങൾ തിരിച്ചൊന്ന് പറയാൻ ശ്രമിക്കാം, സമയം ലഭിക്കുക. ഞാൻ പറഞ്ഞത്, അപ്പൊ ഈ കാലഘട്ടത്തിൽ എന്തുണ്ടാവണം? യോഹന്നാന് മാത്രമല്ല, ഏത് കാലഘട്ടത്തിലുള്ള ഏത് സഭയ്ക്കും എന്തുണ്ടാകണം? കർത്താവിന്റെ വെളിപാടുണ്ടാകണം. യേശു ആരാണെന്ന് സഭകൾ അറിയണം, ദൈവസഭ അതറിയണം. ഇനി 6 മുതലുള്ള വാക്യങ്ങൾ നോക്കി, ഞാൻ വേഗം പറയാം. 6 മുതലുള്ള അധ്യായം ശ്രദ്ധിച്ചേ. 2ആയിട്ട് തിരിക്കുക. യേശുക്രിസ്തുവിന്റെ മഹത്വം, യേശുക്രിസ്തുവിന്റെ വെളിപാട്, ക്രിസ്തു ആരാണെന്നുള്ളത് യഹൂദൻ അറിയാൻ പോവുകയാണ്. 2, ലോക രാഷ്ട്രങ്ങൾ അറിയണം. യഹൂദൻ മാത്രമല്ല, ലോക രാഷ്ട്രങ്ങൾ മുഴുവൻ യേശുക്രിസ്തുവിന്റെ മഹത്വം അറിയണം. ഇതാണ് ദൈവിക ഉദ്ദേശം. ഈ പുസ്തകത്തിന്റെ ഉദ്ദേശം അതാണ്. ഇനിയും ഏറ്റവും ഒടുവിൽ ഞാൻ എങ്ങനെ പറയട്ടെ, 19, 20 അധ്യായങ്ങളിൽ പാവപ്പെട്ട ദൈവമക്കളായ കർത്താവിന് വേണ്ടി ജീവിച്ച നമ്മളെ കൊണ്ടാവുന്ന നിലയിലല്ലേ, നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് എല്ലാവരും കർത്താവിനെ സ്നേഹിച്ചവരാണ്. നമ്മൾക്ക് നമ്മുടെ കർത്താവ് ആരാണെന്ന് വെളിപ്പെടുത്താൻ പോവാണ്. ഇപ്പോഴും നമ്മളത് അറിയണം. വ്യക്തമായിട്ട് നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ
നമ്മുടെ കർത്താവ് വരും. നമ്മുടെ കർത്താവ് തൻ്റെ കൈ നമുക്ക് നേരെ നീട്ടുമല്ലേ? നമ്മളെ കല്യാണത്തിൽ 19-ാം അധ്യായം യേശുവിന്റെ മഹത്വം, യേശുവിന്റെ വെളിപാട് കർത്താവിന്റെ സഭയറിയാൻ പോകുക കേട്ടോ. ഈ ഒരു വാചകം, യേശുക്രിസ്തുവിന്റെ വെളിപാടെന്നുള്ള ആ ഒരു വാചകം കുറെ ഒറ്റ വാചകത്തിൽ ഒതുക്കാനുള്ളതല്ല. ഈ പുസ്തകത്തെ മുഴുവനും വാദിക്കുന്നതാണ് കേട്ടോ. ദൈവമക്കളെ മുഴുവനും ബാധിക്കുന്നതാണ്. നമ്മുടെ കർത്താവ് ആരാണെന്ന് നമ്മൾ അറിയാൻ പോകുകയാണ്. അവന്റെ മഹത്വം നമ്മൾ നേരിൽ കാണാൻ. 19, 20, 21, 22 ഞാന് വേഗം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. 21, 22 അധ്യായങ്ങളിൽ കണ്ണുനീരില്ല, മരണമില്ല, ശാപയിനി ഇല്ല, പാപം മാറി, പുതിയ ഭൂമിയും പുതിയ ആകാശവും വന്നു, നിത്യത ആരംഭിച്ചു. യേശുവിന്റെ മഹത്വം പൂർണ്ണമായി വെളിപ്പെടുകയാണ്. ഇതാണ് യേശുക്രിസ്തുവിന്റെ വെളിപാട്. അപ്പോ ഈ പുസ്തകം ഇല്ലായിരുന്നെങ്കിൽ ഒന്ന് ചിന്തിച്ചു പോയി. ഈ പുസ്തകത്തിന് വലിയൊരു ഉദ്ദേശം ഉണ്ട്. അത് യോഹന്നാന് നേരിട്ട്, യോഹന്നാന്റെ കാലത്ത് യോഹന്നാൻ നേരിട്ട്. 2, യോഹന്നാൻ കഴിഞ്ഞ സഭായുഗം കഴിഞ്ഞ് മഹാപീഡന കാലഘട്ടത്തിൽ, അത് കഴിഞ്ഞിട്ട് ദൈവജനത്തിന്റെ കർത്താവുമായിട്ടുള്ള കൂടിച്ചേരലും സഹസ്രാബ്ദവും, അത് കഴിഞ്ഞിട്ട് നിത്യത. ഇതാണ് യോഹന്നാൻ കണ്ട യേശുക്രിസ്തുവിന്റെ വെളിപാട്. ഇപ്പൊ നമുക്ക് ആ വെളിപാടുണ്ടായോ? തന്റെ ദാസന്മാരെ കാണിക്കാനായിരുന്നല്ലോ. തന്റെ ദാസന്മാരായ നമ്മൾക്ക് ഈ വെളിപാട് ഏറെക്കുറെ ഉണ്ടായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. കർത്താവ് സഹായിക്കട്ടെ. അപ്പോ ദൈവത്തിന്റെ സഭ, ലോകം, യഹൂദൻ, 3ആയിട്ടാണ് ഈ ലോക ജനതയെ ബൈബിൾ തിരിച്ചിരിക്കുന്നത് അല്ലേ? 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിന്റെ 32-ാം വാക്യം എന്താ? ദൈവസഭ യഹൂദന്മാർക്കും യവനന്മാർക്കും പിന്നെ ദൈവസഭയ്ക്കും ഇടർച്ചയില്ലാത്തവർ ആകുവിനെന്ന് പറയും. യഹൂദന്മാർക്കും യവനന്മാർ എന്നുള്ളതിന് ഇംഗ്ലീഷ് ബൈബിളിലൊരു നോക്കിക്കോണേ. എനിക്കിപ്പോൾ പറ്റിയിരിക്കുന്ന ഒരു പരാജയം ബൈലിംഗൽ ബൈബിളല്ല ഞാൻ ഉപയോഗിക്കുന്നത്. അതാ എനിക്ക് കുഴപ്പം പറ്റിയിരിക്കും. അതുകൊണ്ട് വായിച്ച് കേൾപ്പിക്കാൻ പറ്റുന്നത്. ഇംഗ്ലീഷ് ബൈബിൾ എങ്ങനെ എഴുതിയിരിക്കുന്ന അറിയാമോ? ജെന്റൈൽസ് എന്നാണ്, ഗ്രീക്സ് എന്നല്ല. ഒന്നോ യഹൂദന്മാർക്കും പിന്നെ യവനന്മാർക്കും എന്നുള്ളത് ഇടത്ത് എന്താ എഴുതിയിരിക്കുന്നത്? ജെന്റൈൽസ് എന്നാ, ജാതികൾ. പിന്നെ 3 ദൈവ സഭയ്ക്ക്. യേശുക്രിസ്തുവിന്റെ മഹത്വം ദൈവസഭയ്ക്ക് വെളിപ്പെടും. അതോട് പിന്നെ ആദ്യം യഹൂദന്മാർക്ക്, പിന്നെ ജാതികൾക്ക്, ദൈവ സഭയ്ക്ക്. ഈ ക്രമം നമ്മൾക്കൂടെ ഒരു പരിധിവരെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇനി ഞാൻ അധികം വിശദീകരിക്കുന്നില്ല, നമുക്ക് പെട്ടെന്ന് മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. ഈ പുസ്തകം പഠിക്കുമ്പോൾ ഇതിൻ്റെ സ്പെഷ്യൽ ഫീച്ചേഴ്സായി, പ്രത്യേക സവിശേഷതകളായി 5-ാമത് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം അതാണ്, സ്പെഷ്യൽ ഫീച്ചേഴ്സ്. അത് ഒരു വലിയ
പഠനമാണ്, ഒരു നീണ്ട പഠനമാണ്. എങ്കിലും ഞാൻ ഓരോ വാചകത്തിൽ പോയിന്റ്സ് മാത്രം പറഞ്ഞു പോകും. അതിലൊന്ന്, വെളിപാട് പുസ്തകം ഒരു അപ്പോക്കലിപ്റ്റിക് ബുക്കാണ്. അപ്പോക്കലിപ്റ്റിക് ബുക്കാണ്. എന്താ നമ്മൾ കഴിഞ്ഞ ക്ലാസ് ചിന്തിച്ചു, അപ്പോക്കലിപ്സിസ്. ഈ പുസ്തകത്തിന് ഗ്രീക്ക് ഭാഷയിൽ കൊടുത്തിരിക്കുന്ന ആ പേര് തന്നെ അപ്പോക്കലിപ്സിസ് എന്ന പേരാണ്. എന്ന് പറഞ്ഞാൽ ഈ പുസ്തകം മറനീക്കി കാണിക്കുന്ന ഒരു പുസ്തകമാണ്. നമ്മൾ ഓർക്കണം, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ നാടകം എന്ന് പറഞ്ഞ വാക്ക് അതങ്ങ് മാറ്റി വയ്ക്കുക. ഒരു സ്ക്രീനിൽ ഒരാള് നമ്മള് വാർത്തയൊക്കെ കാണുന്നത് പോലെ വ്യക്തമായിട്ട് യോഹന്നാന്റെ മുമ്പിൽ താൻ കാണുന്ന കാഴ്ചപ്പാടാണ്, മറ നീക്കി കാണുന്ന കാഴ്ചയാണ്. ഇതിന് പഴയ നിയമമായിട്ടൊക്കെ ബന്ധമുണ്ട് കേട്ടോ. ഒരുപാട് അപ്പോക്രിഫ പുസ്തകങ്ങളൊക്കെ ഇത്തരത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ഈ വിധത്തിലുള്ള അപ്പോക്രിഫ, അതൊക്കെ ചരിത്ര ബൈബിൾ കോളേജിലും ബൈബിൾ സ്കൂളിലും ഒക്കെ പഠിപ്പിക്കുന്ന കാര്യം, അതിവിടെ ഞാനങ്ങ് അവോയ്ഡ് ചെയ്യുക. അപ്പോൾ ഇത് എന്താ, ഒരു മലയാള ഭാഷയിൽ പറഞ്ഞാൽ അപ്പോക്കലിപ്സിസ് എന്ന് പറഞ്ഞാൽ വെളിപാട് എന്ന് മറ നീക്കി കാണിക്കുന്ന പുസ്തകമാണ് ഇത്. ഏറ്റവും ദൈവമക്കൾ യോഹന്നാനോടൊപ്പം ആ ദർശനം ഉണ്ടായാൽ നല്ലത്. രണ്ടാമത്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ച കാര്യമാണ്, ഇത് ഒരു പ്രൊഫറ്റിക്കൽ ബുക്കാണ്. റെവലേഷൻ ഈസ് എ ബുക്ക് ഓഫ് പ്രോഫസി. വെളിപാട് പുസ്തകം പ്രവചനത്തിന്റെ പുസ്തകമാണ്. അത് തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ്? 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, വേഗത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യം, സംഭവിച്ചതല്ല, സംഭവിച്ചു കൊണ്ടിരിക്കുന്നവല്ല, പിന്നെ സംഭവിക്കാനുള്ള കാര്യമാണ്. ഇനിയും ഇതിനകത്തുള്ള ഈ വെളിപാട് പുസ്തകത്തിലുള്ള പ്രവചനങ്ങൾ 1, 2 എന്ന് ഞാൻ പറയാം. 1, സഭയെ സംബന്ധിക്കുന്ന പ്രവചനങ്ങൾ ഇതിനകത്തുണ്ട്. 2, 3 അധ്യായങ്ങളാണ്. 2, 3 അധ്യായം കഴിഞ്ഞാൽ അത് വർത്തമാനകാല പ്രവചനമാണ്. ഇപ്പോ നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രവചനമാണിത്. 2, 3 അധ്യായം. ഇനി 4, 5 സഭയെ സംബന്ധിച്ചുള്ള പ്രവചനം. എന്താ, എല്ലാവരും ക്ഷീണിച്ചോ? നേരത്തെ 5 മിനിറ്റൂടെ ഉണ്ട്. 4, 5 സഭയെ സംബന്ധിക്കുന്ന പ്രവചനം. എന്താ, ഇവിടെ കയറി വരിക, സഭ എന്ത് ചെയ്യുക? എടുക്കപ്പെടുക. എവിടെ? സ്വർഗത്തിലാണ്. അവിടെ കർത്താവിനോടുകൂടെ ദൈവജനം ഇരുന്ന് ആരാധിക്കുന്ന രംഗമാണത്. 4, 5. അപ്പോൾ അത് സഭയെ സംബന്ധിക്കുന്ന പ്രവചനമാണത്. 4, 5 അധ്യായത്തിലെ പ്രവചനങ്ങൾ സഭയെ സംബന്ധിക്കുന്ന പ്രവചനങ്ങൾ തന്നെയാണ്. ദൈവത്തിന് സ്തോത്രം. കുഞ്ഞാവിടെ നീ അർഗം ദൈവാക്യമൊക്കെ നമ്മൾ വായിക്കുന്നതാണ്, എല്ലാവർക്കും അറിയാം അതിന്റെ സന്ദർഭം. 3ാമത്, അപ്പോൾ സഭയുടെ ഭാവി വർത്തമാനകാലം സംബന്ധിച്ചുള്ളതാണ് 2, 3 അധ്യായത്തിലെ പ്രവചനം. ഭാവി സംബന്ധിച്ചുള്ള പ്രവചനമാണ് 4, 5 അധ്യായത്തിലെ പ്രവചനം. 6 മുതൽ 18 വരെയുള്ള അധ്യായങ്ങളിലെ പ്രവചനങ്ങൾ യഹൂദനെയും ലോകരാഷ്ട്രങ്ങളെയും ബന്ധിക്കുന്ന പ്രവചനങ്ങളാണ്. പിന്നെ 19, 20 അധ്യായങ്ങളുടെ പ്രവചനം കർത്താവിന്റെ 2ാം വരവിന്റെ പ്രവചനമാണ്. ഇനിയും തൊട്ട് നമ്മൾ കാണുന്നത് യേശു കർത്താവ് വന്ന് തന്റെ രാജ്യം ഈ ഭൂമിയിൽ, രാജ്യം എന്ന് പറഞ്ഞാൽ നിത്യത ആരംഭിക്കുന്ന പ്രവചനമാണ്. ഇനിയും ഒരു കാര്യം കൂടെ പറയാൻ സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. 1, 2 കാര്യം. 3ാമത്, ഈ പുസ്തകം പഴയ നിയമം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പറയുന്ന പുസ്തകമാണ്. റെവലേഷൻ ഈസ് എ ബുക്ക് ഓഫ് ഓൾഡ് ടെസ്റ്റമെന്റ് ഇന്റർപ്രിട്ടേഷൻ. പഴയ നിയമത്തിന്റെ വ്യാഖ്യാനമാണ്, വ്യാഖ്യാന ഗ്രന്ഥമാണിത് വെളിപാട് പുസ്തകം. ഞാൻ ഒരൊറ്റ വാചകം ഇത് ഇപ്പൊ ഈ പറയുന്ന കേൾക്കുമ്പോഴേ നിങ്ങൾക്കറിയാമല്ലോ, ഓരോ ദിവസത്തെ പഠനവും, പറഞ്ഞ പക്ഷേ ഓരോ ദിവസത്തെ പഠനവും നിങ്ങൾ സൂക്ഷിച്ചു വായിച്ചാൽ വെളിപാട് പുസ്തകത്തിൽ
പഴയ നിയമത്തിലെ ഏറ്റവും ചുരുങ്ങിയ 400 സൂചനകളുണ്ട്. ഏറ്റവും ചുരുങ്ങിയ 400 സൂചനകൾ, ഏതാണ്ട് 400 മുകളിൽ 500 താഴെ സൂചനകൾ വെളിപാട് പുസ്തകത്തിൽ എന്തിനെ സംബന്ധിച്ചുണ്ട്? പഴയ നിയമത്തെ സംബന്ധിച്ച് ഉണ്ട്. പരിസമാപ്തികളുടെ ഈ ആരംഭങ്ങളുടെ അവസാനങ്ങളുടെ ഞാനൊന്ന് പെട്ടെന്ന് പറയാം. പഴയ നിയമം ആരംഭിക്കുന്ന ഏത് വാക്യത്തോടു കൂടെയാന്ന് പറഞ്ഞേ? പഴയ നിയമം ആദിയിൽ ദൈവവും ആകാശവും ഭൂമി. വെളിപാടിലോ അതോ ആകാശവും ഭൂമി? ആകാശം ഭൂമി പോയി, അവയെ പിന്നെ കണ്ടില്ല. നോക്കേ, തുടക്കം അവിടെ. ഇനി 2, ഓരോ കാര്യങ്ങൾ നമ്മൾ എടുത്ത് ചിന്തിച്ചാൽ ഏതേൻ തോട്ടത്തിന്റെ കാര്യം 3-ാം അധ്യായത്തിൽ പറയുന്നത് അല്ലേ? ഏതേൻ തോട്ടം, മനുഷ്യനെ അധിവസിപ്പിക്കാൻ ദൈവം ഉണ്ടാക്കിയ തോട്ടം ഏതേൻ തോട്ടം. എന്നാൽ വെളിപാട് പുസ്തകത്തിൽ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്ഥലം ഏതാ? പുതിയ യെരൂശലേമെന്ന വിശുദ്ധ നഗരം. 3-ാം അധ്യായത്തിലേക്ക് വന്ന ഉൽപ്പത്തി പുസ്തകം, പാപം പ്രവേശിക്കുന്നു അല്ലേ? വെളിപാട് പുസ്തകത്തിൽ എന്ത് ചെയ്യുന്നു? പാപം മാറുന്നു. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം, മരണം പ്രവേശിക്കുന്നു. വെളിപാടിൽ മരണം ഇനി ഇല്ല. ഉൽപ്പത്തി പുസ്തകത്തിൽ മനുഷ്യരും ദൈവത്തോടുള്ള ബന്ധം അകലുന്നു. വെളിപാട് പുസ്തകത്തിൽ ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. ദൈവത്തിന് സ്തോത്രം. ഉൽപ്പത്തി പുസ്തകത്തിൽ അഥവാ പഴയ നിയമത്തിൽ, ഉൽപ്പത്തി പുസ്തകം മാത്രമല്ല, പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും പൊരുളായ അല്ലെങ്കിൽ അതിന്റെ പൂർത്തീകരണം സംഭവിക്കുന്ന കാര്യം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ വെളിപാട് പുസ്തകത്തിലാണ്. ഈ പുസ്തകം തമ്മിലുള്ള ബന്ധം നോക്കണം. അതാണ് യെശയ്യാ പ്രവചനം 34-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ യെശയ്യാ പറഞ്ഞു, യഹോവയുടെ പുസ്തകം. ഈ പുസ്തകം ആരുടെ? യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുക. അവയിൽ ഒന്നും കാണാതെ ഇരിക്കില്ല. അടുത്തെന്താ പറയാ? ഒന്നിനും ഇണയില്ലാതെ ഇരിക്കില്ല. ഒന്നിനും ഇണയില്ലാതെ ഇരിക്കില്ല. ഉൽപ്പത്തി പുസ്തകത്തില് ഇണയാണ് ഇവിടെ കാണുന്നത്. എവിടെയാ? വെളിപാട് പുസ്തകത്തിൽ കാണും. എന്റെ പ്രിയമുള്ളവരെ, അപ്പോൾ ഈ ദൈവവചനത്തിന്റെ അത്യഗാധമായ മഹത്വം നമ്മൾക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കും. ഇനി വെളിപാട് പുസ്തകം പരിസമാപ്തികളുടെ പുസ്തകമാണ്. ദ ബുക്ക് ഓഫ് കൺസ്യൂമേഷൻ. പരിസമാപ്തികളുടെ പുസ്തകമാണ്. അവസാനിക്കുകയാണ്, കാര്യങ്ങളോടെ അവസാനിക്കുക. ദൈവജനം കർത്താവിനോടുകൂടെ തങ്ങളുടെ ജീവിതം ആരംഭിക്കുകയാണ്. അപ്പോ ഈ പുസ്തകത്തിന് വേറൊരു പേര് കൊടുത്താൽ ദ ബുക്ക് ഓഫ് ഡെസ്റ്റിനി എന്ന് പറയുന്നത്. നമ്മൾ എവിടെ ചെന്ന് ചേരാനാണോ ആഗ്രഹിക്കുന്നത് അവിടേക്കുള്ള പ്രയാണത്തിലാണ് ഇപ്പോൾ നമ്മൾ. സ്തോത്രം. വൈകാതെ നമ്മൾ നമ്മുടെ കർത്താവിന്റെ അടുക്കൽ ചേരും. അപ്പോൾ 4-മതായിട്ട് ഇതൂടെ എഴുതി ഇന്ന് നിർത്താൻ നമ്മൾക്ക് ഈ പുസ്തകം പരിസമാപ്തികളുടെ പുസ്തകമാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നമ്മൾ ഇന്ന് ചിന്തിച്ച കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചപ്പോൾ, ധ്യാനിച്ചപ്പോൾ നമ്മൾ ദൈവത്തിന് മഹത്വം കൊടുത്തു. നമ്മളിവിടെ അവഗണിക്കപ്പെട്ടവരായിരിക്കും. പക്ഷേ നമ്മുടെ കർത്താവ് നമ്മളെ ചേർക്കാൻ വരെ ഇവിടെ ജീവിക്കുന്ന നമുക്കൊരു വലിയ ഉത്തരവാദിത്വം എന്താണെന്നറിയാം? യോഹന്നാന്റെ മുമ്പിൽ വെളിപ്പെട്ട, ദൈവസഭയുടെ മുമ്പിൽ വെളിപ്പെട്ട നമ്മുടെ കർത്താവായ യേശുവിനെ അവിടുത്തെ മഹത്വത്തോടുകൂടെ ലോകത്തിൽ വെളിപ്പെടുത്താനുള്ള ബാധ്യത എനിക്ക് നിങ്ങൾക്ക്. സഭയെ ഇവിടെ ഉപമിച്ചിരിക്കുന്ന എന്തിനോടാണെന്ന് നമ്മൾ കണ്ടു. എന്തിനോടാണ്? നിലവിളക്കും. 7 നിലവിളക്ക്.
7 നിലവിളക്കുകളുടെ നടുവിൽ കർത്താവ് എന്ത് ചെയ്യണം? നടക്കുക അല്ലേ? നടക്കുക. ഞാൻ ചോദിക്കട്ടെ, ഈ നിലവിളക്ക് ഇരുണ്ട പ്രതലത്തിലിരിക്കുക, രാത്രിയാണ് അല്ലേ? രാത്രിയിൽ നിലവിളക്ക് പ്രകാശിക്കുന്നില്ലെങ്കിൽ ഈ യേശുവിനെ കാണാൻ ആർക്കുണ്ട്? നമ്മുടെ ഉത്തരവാദിത്വം പറഞ്ഞു. നമ്മുടെ ജോലി എന്താണെന്നറിയാം? ദൈവസഭയുടെ ജോലി എന്താണെന്നറിയാം? എന്തിനാ സിയോൻ കുന്നിൽ ഈ നിലവിളക്ക് കൊളുത്തിരിക്കും? നമ്മളെപ്പോഴും പറയും നിലവിളക്കാം, നിലവിളക്കാം. എന്തിനാ വെച്ചിട്ടേ? എന്തിനാ കരിയമ്പിലാകും? എന്തിനാ നിലവിളക്ക്? വെളിച്ചം. ലോകത്തിന് വെളിച്ചം നൽകുക. എന്തിനാ വെളിച്ചം നൽകുന്നത്? ആ വെളിച്ചത്തിൽ നമ്മളെ കാണാൻ. കേട്ടോ? ആ വെളിച്ചത്തിൽ ആരെയും കാണും. എന്നാൽ നമ്മുടെ സഭകൾക്ക് സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പരാജയം ദൈവസഭകളുടെ പ്രകാശത്തിൽ ലോകം നമ്മുടെ കർത്താവിനെ കാണാൻ സാധിക്കുന്നു എന്ന്. ഈ പഠനം അതൊന്നും നമ്മൾക്ക് ചുമ്മാ ഒരു കാര്യം പഠിച്ച് നമ്മുടെ തലവിലാക്കുകയല്ല. പഠിക്കുന്നതോടൊപ്പം നമ്മുടെ ഉത്തരവാദിത്വം ഓരോ വിശ്വാസം ഇവിടെ ഇരിക്കുന്ന ഓരോ വിശ്വാസം കേട്ടോ, ചിലരെ മാത്രമല്ലേ ഉത്തരവാദിത്വം നിറവേറ്റാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിന്റെ നാമം മഹത്വപ്പെടും.